ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് ഡെയിലി ഷോർട്സ്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാണ്ട് ഞാൻ ഇപ്പോൾ ഉറക്കണിട്ട് നിൽക്കുന്നുണ്ട്. ഇനി പല്ലിയൊക്കെ ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഫ്രഷ് ഒക്കെ ആയി നമുക്ക് ഡ്രസ്സ് മാറാം. ഡ്രസ്സ് ഇതാണ് ഗൈസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് മതി, കാരണം എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്കൂളിൽ ആനുവൽ ഡേക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മതി. നമുക്ക് മുടി ഞാൻ ജസ്റ്റ് പിന്നിയിട്ട് ഞാൻ അത് ക്ലിപ്പ് വെക്കുകയാണ് ചെയ്തത്. അതാണ് നമുക്ക് കംഫർട്ടബിൾ. ഇനി നമുക്ക് സ്കൂളിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ പൂച്ചയ്ക്ക് പാൽ എടുക്കാനുണ്ട് ഗൈസ്. എൻ്റെ പൂച്ച പാൽ കൊടുത്തില്ലെങ്കിൽ എനിക്ക് വിഷമം. കേട്ടാ നടക്കുന്നുണ്ട് എൻ്റെ പൂച്ച. സോ പൂച്ചയ്ക്ക് പാല് കൊടുത്തിട്ട് നമുക്ക് സ്കൂളിലോട്ട് വിടാം. പോകാൻ വേണ്ടി ഇറങ്ങാൻ നേരത്തിന് സ്പ്രേ കണ്ട് ഗൈസ്. അപ്പം ഞാൻ വെച്ച് സ്പ്രേയും കൂടി ഇരിക്കിട്ട് ചുമ്മാ ഒന്ന് മണക്കാന്ന് വിചാരിച്ച്. ഇനി ഞാൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് സ്പ്രേ അടിക്കേണ്ടത്, അല്ലാതെ വാരിക്കൂരി അടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടെ ഞാൻ വീട് പൂട്ടി. ഞാൻ അടുത്ത സ്കൂളിൽ ഗേറ്റ് തുറന്ന് ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് കാല് വെച്ചു ഗൈസ്. ഇതാ നിൽക്കുന്നു എൻ്റെ പിള്ളേരെ ഒന്ന് 2 സ്റ്റെപ്പ് പഠിപ്പിച്ചപ്പോഴത്തേക്കും അവർക്ക് പാലിൻ്റെ ബ്രേക്കായി. അവരെ ഒന്ന് വിട്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ നോക്കി, കാരണം നമുക്ക് ടഫ് സ്റ്റെപ്സ് ആണല്ലോ പിള്ളേർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സോ ടഫ് സ്റ്റെപ്സ് ഒക്കെ നോക്കി എൻ്റെ മൈൻഡ് ഒന്നും വർക്കാവുന്നില്ല ഗൈസ്. ഞാൻ പിന്നെ വർക്കാക്കി എടുത്തപ്പോഴത്തേക്കും പിള്ളേർ എനിക്ക് പായസം കൊണ്ടുവന്നു. പാലിലായിരുന്നു ഗൈസ്, പായസമായിരുന്നു. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഞാനൊരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ ടാങ്കും കലക്കി ചിപ്സുമാണ് കഴിച്ചത്. അത് അവിടുത്തെ സാറാണ് ഗൈസ്, ഡാൻസർ. എൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദർ. സോ ഞങ്ങൾ രണ്ടിനും കൂടിയാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് വന്ന് പിള്ളേരെ പഠിപ്പിച്ചു. പിള്ളേർ ഭയങ്കര വികൃതിയാണ്. അപ്പോഴത്തേക്കും വിടാനുള്ള സമയമായി. പിള്ളേരെ വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഡേ 3 വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.